ഹായ് നമസ്കാരം. എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വലിയൊരു വേക്കൻസി അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, IBPS വിവിധ പൊതുമേഖലാ ബാങ്കുകളിലേക്ക് 2025-26 വർഷങ്ങളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ്, സിലബസ് എന്തൊക്കെയാണ്, ആപ്ലിക്കേഷൻ ഫീസ് എങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കും നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിനധികം സമയമൊന്നും വേണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതിയല്ലോ. എന്നിട്ട് ആ ബെൽ ഐക്കണോട് എന്ത് ചെയ്യുക, ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ജസ്റ്റ് ഒരു ക്ലിക്കിന് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ ജീവിതം ചിലപ്പോൾ മാറ്റിമറിക്കാൻ പറ്റിയേക്കും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചാനൽ, നമ്മുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓരോ പോർഷൻസ് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്ങിന് ഇതിന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും എങ്ങനെയാണ്, മെയിൻ എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, പ്രിലിമിനറി എക്സാമിനേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ്, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, എത്ര വേക്കൻസീസ്, ഏതൊക്കെ ബാങ്കുകളിൽ എത്ര വേക്കൻസീസ് പ്രതീക്ഷിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മളുടെ ചാനലിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ത്രൂ ഔട്ട് കാണുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, പരമാവധി യാത്രകളൊക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് ജോലി കിട്ടട്ടെ കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ എവിടെയെങ്കിലും സേഫായിട്ടുള്ള സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബിൽ എവിടെയെങ്കിലും എന്ത് ചെയ്യുക, പ്ലേസ്ഡ് ആവട്ടെ. ഓക്കെ, പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 1 എൻഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 21. ഇതിൻ്റെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് വരുന്നത് സെപ്റ്റംബറിലായിരിക്കും. കോൾ ലെറ്റർ നമുക്ക് ഒക്ടോബറിൽ തൊട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓൺലൈൻ എക്സാമിനേഷനും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒക്ടോബറിൽ നടക്കും എന്നാണ്. റിസൾട്ട് മിക്കവാറും ഓഗസ്റ്റ് ലാസ്റ്റ്, നവംബറൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്തത് മെയിൻ എക്സാമിനേഷനുള്ള കോൾ ലെറ്റർ നിങ്ങൾക്ക് നവംബറിൽ തന്നെ കിട്ടും. മെയിൻ എക്സാമിനേഷൻ നടക്കുന്നത് നവംബറിൽ തന്നെയായിരിക്കും. മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഡിസംബർ ജാനുവരി ടൈമിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇൻ്റർവ്യൂ മിക്കവാറും ജാനുവരി ഫെബ്രുവരിയിൽ ഉണ്ടാവും. പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, അതായത് നമുക്ക് ജോലിയിൽ പ്ലേസ്ഡ് ആവുന്നത് 2025 ഏപ്രിൽ തൊട്ട് പ്ലേസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഷെഡ്യൂൾ കാസ്റ്റിന് 5 ഇയേഴ്സും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് അവർക്ക് നോൺ ക്രീമി ലെയറിന് 3 ഇയേഴ്സും ഡിസേബിൾഡ് പേഴ്സൺസിന് 10 വർഷവും എക്സ് സർവീസ്മെൻ അവർക്ക് 5 ഇയേഴ്സുമാണ് കേട്ടോ. അടുത്തത് ബേസിക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ്. ഇത് 21/8/2024 മുൻപ് നേടിയിട്ടുള്ളതായിരിക്കണം. അതായത് ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ മാർക്ക് ലിസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 55.9, അപ്പോൾ അത് നമ്മൾ 60% റൗണ്ട് ഓഫ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. അങ്ങനെ ചെയ്യരുത്. അത് 55.9 എന്ന് തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, അത് വീണ്ടും ഞാൻ പറയുകയാണ്, അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റരുത്. കാൽക്കുലേഷൻ ഓഫ് പെർസെൻറ്റേജ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തത് ആപ്ലിക്കേഷൻ ഫീസ് SC ST പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് 175 ബാക്കി അതേഴ്സിന് 850 ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. പിന്നെ നമ്മളുടെ സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ നോക്കിയാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിന് 30 മാർക്ക്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 35 മാർക്ക്, റീസണിങ് എബിലിറ്റിക്ക് 35 മാർക്ക്, അങ്ങനെ ആകെ 100 മാർക്സിലും 60 മിനിറ്റിലും ആയിരിക്കും എക്സാം. നമ്മുടെ മെയിൻ എക്സാമിനേഷൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒബ്ജക്റ്റീവും ഉണ്ടായിരിക്കും, ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും ഉണ്ടാവും. അതിൽ റീസണിങ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 45 ക്വസ്റ്റ്യൻസ് 60 മാർക്ക്, ജനറൽ ഓർ എക്കണോമി ഓർ ബാങ്കിങ് അവയർനെസ് 40 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ് 40 മാർക്ക്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 60 മാർക്കായിരിക്കും. ഇതിന് സെപ്പറേറ്റ് ടൈം അലോട്ട്മെൻറ്റ് ഉണ്ടാവും കേട്ടോ. അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലെറ്റർ റൈറ്റിംഗ് ആൻഡ് എസ്സേ റൈറ്റിംഗ്, അതിന് 2 ക്വസ്റ്റ്യൻ 25 മാർക്കായിരിക്കും. അതുപോലെ എലിജിബിൾ കാൻഡിഡേറ്റ്സിന് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് വേണ്ട ആൾക്കാർ ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ടൈമിൽ തന്നെ
നെസസറി ആയിട്ടുള്ള കോളത്തിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഈ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നടക്കുന്നത് കേരളത്തിൽ കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ്. അടുത്തത് വേക്കൻസിയുടെ കാര്യം എടുത്താൽ ആകെ 4455 വേക്കൻസിയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാങ്ക് ഓഫ് ബറോഡയിൽ നിലവിൽ വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 885, ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കാനറ ബാങ്കിൽ 750, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 2000, ഇന്ത്യൻ ബാങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ 260, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 200, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ 360, യൂക്കോ ബാങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇതുവരെ ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും വേക്കൻസീസ് കൂടാൻ തന്നെയാണ് സാധ്യത. അടുത്തത് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് പ്രിലിമിനറി എക്സാമിന് നമുക്ക് കേരളത്തിൽ ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രങ്ങളുണ്ട്. മെയിൻ എക്സാമിനേഷന് എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലാണ് നമുക്ക് കേരളത്തിൽ കേന്ദ്രങ്ങളുള്ളത്. അടുത്തത് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ വേണം, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ വേണം, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ വേണം, സർട്ടിഫിക്കറ്റ്. അതെന്ന് പറയുന്നത് ഡിസേബിൾഡ് പേഴ്സൺസിന് സ്ക്രൈബിനെ അവൈൽ ചെയ്യാൻ വേണ്ടി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇമേജ് അപ്ലോഡ് ചെയ്യേണ്ടത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. 20 to 50 KB ആയിരിക്കണം അതിൻ്റെ സൈസ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പെക്സ് യൂസ് ചെയ്യാം, കണ്ണട വെച്ചിട്ടുള്ള ഫോട്ടോ ആവാം, പക്ഷേ അതിൽ റിഫ്ലക്ഷൻ അടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിരിക്കണം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കാം. എന്ത് ചെയ്യുക, അതിൽ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ ഇട്ട് തരാം കേട്ടോ. അടുത്തത് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഇങ്ക് പെന്നുകൊണ്ടായിരിക്കണം നമ്മൾ സൈൻ ചെയ്യേണ്ടത്. അത് ഫയൽ സൈസ് വരേണ്ടത് 10 to 20 KB ആണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ സിഗ്നേച്ചർ ഇടാൻ പാടില്ല. അടുത്തത് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ആണ്. അതിൻ്റെയും ഫയൽ സൈസ് വരുന്നത് 20 to 50 KB ആണ്. അതെന്തായിരിക്കണം, നല്ല വിസിബിൾ ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം കേട്ടോ. അപ്പോൾ അത്രയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാനുണ്ടല്ലോ അല്ലേ. അടുത്തത് നമ്മളുടെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ആണ്. അത് JPG അല്ലെങ്കിൽ JPG ഫോർമാറ്റിലായിരിക്കണം. 50 to 100 KB ആയിരിക്കണം. അത് ഇംഗ്ലീഷിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ, ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കരുത്. അതായത് ടെക്സ്റ്റ് ഷുഡ് നോട്ട് ബി ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നിങ്ങളുടെ റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിലായിരിക്കണം എഴുതേണ്ട റിട്ടൺ ഡിക്ലറേഷൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ട് പോവുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്കാൻ ചെയ്ത് സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ബേസിക് ആയിട്ട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, സിമ്പിൾ ലേണിംഗ് സ്പേസ് എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ചാനൽ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അടുത്തത് പിന്നെ നിങ്ങൾക്ക് ഈ എക്സാമിന് എന്തായാലും പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കുമല്ലോ ഇത് കാണുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ കട്ട് ഓഫ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നതായിരിക്കും. എല്ലാവരും എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.